Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery Edavanna Para Arikod Manjeri Nilambur ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ. കരുളായി ഉൾവനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പുച്ചപ്പാറ മണിയുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായത്തിന്റെ ആദ്യ ഗഡു വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കുടുംബത്തിന് കൈമാറി. ബന്ധുക്കളെ മന്ത്രി ആശ്വസിപ്പിച്ചു. നെടുങ്കയത്ത് നിന്നും 18 കിലോമീറ്ററോളം ഉൾക്കാട്ടിൽ സഞ്ചരിച്ചെത്തിയ മന്ത്രി കണ്ണിക്കയിൽ വെച്ചാണ് മന്ത്രിയുടെ മകൾ മീരയ്ക്കും സഹോദരൻ അയ്യപ്പനും സഹായം കൈമാറിയത്. ശനിയാഴ്ചയാണ് കണ്ണിക്കൈക്ക് സമീപം മണിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. വനം വകുപ്പ് 10 ലക്ഷം രൂപ കുടുംബത്തിന് ആശ്വാസ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ഈ നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡുവാണ് മന്ത്രി നേരിട്ടെത്തി കുടുംബാംഗങ്ങൾക്ക് കൈമാറിയത്. മണിയുടെ മകൾ മീര, സഹോദരൻ അയ്യപ്പൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളാണ് ധനസഹായം സ്വീകരിക്കാനെത്തിയത്. ഇവർക്ക് സർക്കാരിൽ നിന്ന് നൽകാവുന്ന പരമാവധി സഹായം എത്തിച്ചു നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രി നിലമ്പൂർ DFO ഓഫീസ് സന്ദർശിച്ച് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. നിലമ്പൂർ സൗത്ത് DFO ജി ധനിക്ലാൽ, ACF അനീഷ് സിദ്ദിഖ്, കരുളായി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ PK മുജീബ് റഹ്മാൻ, വിനോദ് ചെല്ലൻ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. കർഷകന്റെ ജീവന് ഹാനി സംഭവിക്കുന്ന വിധത്തിലുള്ള വന്യജീവി ആക്രമണവുമായി ഇതിനെ പൊരുത്തപ്പെടുത്തി പെരുപ്പിച്ച് കാണിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല. ഇപ്പം കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ നേരത്തെ ഇവിടെ ഒരാൾ ചോദിച്ചു 9 മരണം എത്ര നടന്നത്? 13 മരണം മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് സാർ. അതെ, മലപ്പുറം ജില്ല. ഇവിടെ ഈ 2020 മൊത്തം 4 സാർ. അതെ, 4 ആകെ മൊത്തം 4. അപ്പൊ ഞാനാ പറഞ്ഞത് ഈ മൊത്തം 4 നടന്നപ്പോൾ ഇപ്പോൾ നമ്മളോട് ഇവിടെ ആരോ വാദിച്ചല്ലോ, ജനങ്ങൾക്ക് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട MLA നടത്തിയെന്ന്. അദ്ദേഹം എവിടെയായിരുന്നു നിങ്ങൾക്കറിയാം, നിലമ്പൂരുകാർക്കും അറിയാം, ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതൊരു അനാവശ്യമായി മനഃപൂർവ്വം ഉണ്ടാക്കിയൊരു പ്രശ്നം. മറ്റ് പ്രശ്നങ്ങളെ പോലെ കേസെടുത്തില്ല എന്നൊക്കെ നിങ്ങൾ ചോദിച്ചു. ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു പ്രശ്നമായതുകൊണ്ടാണ്. അപ്പോൾ ആ മനഃപൂർവ്വം ഉണ്ടാക്കുമ്പോൾ അതിന് സതുദ്ദേശമല്ല. ജനങ്ങളോടൊപ്പം നിന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ കേസുകളിൽ പലതിലും വളരെ ഉദാരമായ നിലപാട് തന്നെയാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. കാരണം അത് അന്നേരം ഉണ്ടാകുന്ന ആകസ്മികമായ വികാരത്തിൻ്റെയും ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നടന്ന സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സമരങ്ങൾ ഇവിടെ എന്താ ഉണ്ടായിട്ടുള്ളത്? അപ്പം അത് കുറച്ചും കൂടി പക്വതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനും മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്താനും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെയും പോലീസ് ഓഫീസറെയും അധിക്ഷേപം പറയാനും കിട്ടുന്ന ഓരോ പിടിവള്ളിയും ഉപയോഗിക്കുന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥയുണ്ടല്ലോ. ദയവായി അദ്ദേഹത്തിനൊരു നല്ല പരിചയമുള്ള, വളരെ കാലത്തെ പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ പിതാവ് ആയിട്ടുള്ള വളരെ ബന്ധമുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പേര് ഞാൻ അപേക്ഷിച്ചു. ദയവായി നമ്മൾ പ്രശ്നങ്ങളെ പക്വതയോടുകൂടി കാണാനും പരിഹാരം കാണാനുള്ള ശ്രമം. അങ്ങനെ ശ്രമിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ സഹകരണം, അത് പ്രതിപക്ഷമാണെന്നോ ഭരണപക്ഷമാണെന്നോ നോക്കാതെ എല്ലാ സഹകരണവും ഉണ്ടാകും. ഇനിയും ഈ പ്രദേശത്ത് ഞാൻ ഇന്നിവിടെ കണ്ട കാഴ്ചകളൊക്കെ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. ആ കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ ഇനിയും ഈ പ്രദേശത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നത് ബഹുമാനപ്പെട്ട പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഈ 2 പേരെയും ഞാൻ ധരിപ്പിക്കുന്നതാണ്. കുടുംബത്തിന് തൊഴിൽ കൊടുക്കുന്നതായിട്ട് എന്തെങ്കിലും നമ്മൾ പറഞ്ഞ വാക്കെല്ലാം പാലിച്ചു. അതിലൊന്നൊരു സാധാരണ എന്താണ് ഈ പറഞ്ഞത്, നമ്മൾ വാക്ക് പറഞ്ഞിട്ട് ചെയ്തില്ല, സ്വാഭാവികമായും പ്രതിഷേധിക്കാം. ഇത് പല സ്ഥലത്തു നിന്നുമായി വന്ന ആളുകളെ കൂട്ടി ഒരു പ്രതിഷേധവുമാകാം. അത് അക്രമാസക്തമായ പ്രതിഷേധത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിൽ സതുദ്ദേശമല്ല എന്ന് ഇവിടെ വന്നെത്തിയ നമ്മൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആ ബോധ്യമാണ്, എൻ്റെ ഈ വർത്തമാനമല്ല, നിങ്ങളുടെ ആ ബോധ്യമാണ് ജനങ്ങൾ അറിയേണ്ടത്. ധനസഹായം എത്രയാണ് സാറേ? 10 ഇപ്പം 5. 10 അത് നമ്മൾ മറ്റെല്ലാവർക്കും കൊടുക്കുന്നവരെ. ഇത് കാട്ടിലായ ശരിയേക്ക്. പക്ഷേ ഇവർ വനത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് നമ്മൾ ആ നിലക്ക് തന്നെ അവരെ പരിഗണിക്കുക, കാണുക എന്നുള്ളതാണ് നമ്മളെടുത്ത ഒരു നിലപാട്. നമുക്ക് പോവാം.
Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ.